ഞങ്ങൾ ലിറ്റിൽ ഹാർട്സുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ഷാലോം TV ലിറ്റിൽ ഹാർട്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജീസസ് യൂത്ത് കെയറോസ് ബഡ്സ്. എല്ലാ കൂട്ടുകാർക്കും ലിറ്റിൽ ഹാർട്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് എന്താണെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, കിഡ്സ് വൈബ്സ്. എന്നാൽ നമുക്ക് സമയം കളയണ്ട, ലെറ്റ്സ് വാച്ച് കിഡ്സ് വൈബ്സ്. എൻ്റെ കൈ പോയെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ എന്ത് മഴയായിരുന്നല്ലോടാ. ഞങ്ങളുടെ അവിടെ കരണ്ട് പോയിട്ട് തിരിച്ചു വന്നില്ല, രാവിലെ ആയിട്ടും വന്നില്ല. ഞങ്ങളുടെ 12 മണിക്കൂർ കരണ്ട് പോയതാണ്. അപ്പോഴാണ് അവൻ്റെ ഒരു ഇത് ബാക്കി ഇങ്ങനെ കീറിയെടുക്കേണ്ടി വരും. ആരാണ് ഈ സാധനം ഉണ്ടാക്കത്തിരിക്ക ഇങ്ങോട്ട് വന്നേടാ. ശരി, വർക്ക് ചെയ്യത്തില്ല എന്ന് ഉറപ്പായി. ഞാൻ നേരത്തെ കത്തിരിക്കൊണ്ട് മുറിച്ചും കീറണോ? അതെനിക്ക് തോന്നുന്നു, മിക്കവാറും അത് വേണ്ടി വരും. വാ, ഇവിടെ നിന്നിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ പോരെ. ഇനി എടുക്കാൻ പറ്റുമായിരിക്കും. യെസ്, സെറ്റ്. ഇവിടെ നിന്ന് കയറും. നിങ്ങൾ എവിടെ നിൽക്കുമായിരുന്നു? എത്ര നേരം ഞങ്ങൾ ഗ്രൗണ്ട് വെയിറ്റ് ചെയ്തു. എടാ, ഞങ്ങളിവിടെ അമ്മേനോട് പറഞ്ഞിട്ട് എൻ്റെ പേപ്പറൊക്കെ പൊതിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞ. അതിനങ്ങോട്ട് പോവാന്ന്. പേപ്പറോ ബുക്കല്ല? ബുക്ക് പൊതിഞ്ഞിട്ട് വരാന്ന്. ഓ, അത് പൊതിഞ്ഞിട്ട് വേണ്ട പോവാന്ന്. എന്താ പറയുക, ഇതുപോലത്തെ ഒരു ബുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ. എടാ, ഇത്രയൊക്കെ പൊതിഞ്ഞത് പോ, നമുക്ക് പോയി കളിക്കാം. മഴയ്ക്കുമ്പോ കളിക്കണ്ടേ? ശരിയാക്കണേ, വേഗം പൊതിയണേ. ഇത് ഇത്ര വീട്ടിൽ ഇനിയും കിടപ്പുണ്ട്. ദൈവമേ, ഞാൻ ഒരിക്കലും പൊതിയാറില്ല. പൊതിഞ്ഞാൽ തന്നെ 2 ദിവസമൊക്കെ ഞാൻ എടുക്കാറുള്ളൂ ബുക്ക്. ശരിയാണ്. എന്തായാലും ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് അഴിഞ്ഞു പോവും. പക്ഷെ പൊതിഞ്ഞ് വെക്കണമെന്ന് അമ്മ പറയണം. നീ ഒന്ന് മുറിച്ചേ. ഇവിടെ പെട്ടെന്ന് ആട്ടെ, നമുക്ക് പോവാന്ന് എന്നിട്ട്. കണ്ടിട്ട് അധികം വൈകാതെ മഴ. ഓ എടാ, അങ്ങനെ വലിക്കില്ല. എടാ, എന്താടാ ഇത്? ഒരു ബുക്ക് പൊതിയാൻ പറഞ്ഞതിന് ഇത്ര അഴിക്കണമായിരുന്നു. എടാ ജോഷുവ, ഞാൻ നിന്റെ പപ്പേനെ അന്വേഷിച്ച് വന്നതാ. പക്ഷെ ഞാനിങ്ങനെ വന്ന വഴിക്ക് പപ്പ പുറത്തോട്ട് പോകണുണ്ട്. എടാ, കടയിൽ വല്ലതും പോയതാണോ? മാർക്കറ്റിൽ പോയത് അധികം വൈകാതെ വരണ്ടാണ്. ഓക്കെ, ഇതെന്താ പരിപാടി? എന്താ ബുക്ക് പൊതിയുന്നു? എടാ, കഴിഞ്ഞില്ല ബുക്ക്, ഇതുവരെ പൊതിഞ്ഞു കഴിഞ്ഞില്ലേ? ഞാനൊരു കളിക്കാൻ വെച്ചാ അവര് വന്നില്ല. അപ്പൊ നിന്റെ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞോ? ഞാൻ പൊതിയൊന്നുമില്ല. അതെന്താ? എനിക്ക് വയ്യ. പൊതിഞ്ഞാൽ തന്നെ 2 ദിവസം എടുക്കും. നീ വേഗം പോയി പുസ്തകം എടുത്തുകൊണ്ട് ഇവന്മാരുടെ കൂടെ ഇരുന്ന് കംപ്ലീറ്റ് പുസ്തകങ്ങൾ നല്ല റെഡി ആക്കി വെക്കാം. എടാ, നിങ്ങൾ വേഗം പൊതിഞ്ഞോട്ടോ. എടാ, പുസ്തകം പൊതിഞ്ഞതിന് ശേഷം പോയാൽ മതി കളിക്കാനൊക്കെ. 2 ദിവസം കഴിയുമ്പോ എന്നാലും കുഴപ്പമില്ല. അപ്പൊ മോശമായി കഴിയുമ്പോ പോയാലും കുഴപ്പമില്ലല്ലോ, വീണ്ടും പൊതിയുന്നു. പുസ്തകങ്ങൾ എപ്പോൾ നോക്കിയാലും നല്ല നീറ്റായിട്ട് പൊതിഞ്ഞാണ് സൂക്ഷിക്കേണ്ടത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ മുതിർന്നു വരുന്ന വലിയ ക്ലാസ്സിലേക്ക് ആകുമ്പോഴും അതേപോലെ തന്നെ ആ പഠിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. ഇപ്പം പുസ്തകം പൊതിയലും മാത്രമല്ലല്ലോ, സ്കൂളിൽ പോകുമ്പോഴത്തേക്കും റീ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് പോകുമ്പോൾ നമ്മൾ വീട്ടിലിട്ട ഡ്രസ്സൊക്കെ ഇട്ടാണോ പോകാറുള്ളത്? അല്ലല്ലോ, യൂണിഫോം ഇട്ടുണ്ട്. യൂണിഫോം നമ്മുടെ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമാണത്. അതേപോലെ തന്നെയാണ് നമ്മുടെ പുസ്തകം പൊതിയലും. പുസ്തകം പൊതിയലും മാത്രമല്ല, യൂണിഫോം നല്ല കുളിച്ച് വൃത്തിയായിട്ട് പോകുന്നു. പിന്നെ യൂണിഫോം നല്ല ടൈ ഉണ്ടെങ്കിൽ ടൈയൊക്കെ കെട്ടി, ബെൽറ്റൊക്കെ കെട്ടി, ഷൂസൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ടല്ലേ പോണത്. അത് സ്കൂളിലെ ഡിസിപ്ലിൻ്റെ പാർട്ടാണത്, അല്ലേ? എല്ലാ സ്ഥലത്തും ഉണ്ട്. വീട്ടിലായാലും ഒരു ഡിസിപ്ലിൻ ഇല്ലേ? തോന്നിയ പോലെയാണോ? ഇഷ്ടമുള്ളപ്പോൾ കിടന്ന്, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ്, ഇഷ്ടമുള്ളപ്പോൾ ഫുഡ് അടിച്ച്, അങ്ങനെയല്ലല്ലോ. എല്ലാ സ്ഥലത്തും ഉണ്ട് ഓരോരോ നിയമങ്ങൾ. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ സ്കൂളിൻ്റെ നിയമങ്ങളനുസരിച്ച് നല്ല കൃത്യമായിട്ട് എല്ലാം ടൈം ടേബിൾ പോലെ ചെയ്തു പോകണം. നിങ്ങളുടെ ഈ ചെറിയ പ്രായത്തിൽ ഇതേപോലെ ചെയ്ത് പഠിച്ചാലുള്ള ഗുണം വലുതാകുമ്പോഴും എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും. അതിനുള്ള പരിശീലനം കൂടിയാണല്ലോ സ്കൂളിംഗ് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ ദിവസവും രാവിലെ ചെന്നിട്ട് പുസ്തകം എടുത്ത് വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകൽ മാത്രമാണോ? അത് മാത്രമല്ല, ഇതുപോലെ എന്തോരം കാര്യങ്ങളാണ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ്റെ പാർട്ടാണ് പുസ്തകം പൊതിഞ്ഞ് നീറ്റായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് പോകുക, യൂണിഫോം ഇട്ട് സ്കൂളിൽ പോവുക, അച്ചടക്കത്തിലും കൃത്യനിഷ്ഠയിലും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഭാഗമാണ്. അപ്പം നീ കളിയൊക്കെ നിർത്തിയിട്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക കേട്ടാ. പുസ്തകം പൊതിയലും ഒക്കെ സ്കൂളിൻ്റെ ആ റീ ഓപ്പണിങ്ങിൻ്റെ തലേ ദിവസം എല്ലാം റെഡി ആയിട്ടിരിക്കണം. അപ്പം തുടങ്ങും നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു നല്ല ഒരു ബിഗിനിങ് കിട്ടും, നല്ല തുടക്കം, അല്ലേ? ഓക്കെ, അപ്പോൾ വേഗം പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞു. ഇനിയുണ്ടോ? അധികം ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിഞ്ഞു. ഇത് നോട്ട് ബുക്ക് ആണല്ലോ. പുറത്തോട്ട് പോയിട്ടില്ല. എന്നിട്ട് വരണം കേട്ടോ. അപ്പം അങ്ങനെ പെട്ടെന്ന് കേട്ടോ, ഇപ്പം മഴ വരും. ഓക്കെ,
കൂട്ടുകാർക്കെല്ലാവർക്കും കിഡ്സ് വൈബ്സ് ഇഷ്ടപ്പെട്ടോ? എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഒരു വെറൈറ്റി തീമുമായിട്ടാണ് അവർ എത്തിയത്. നിങ്ങളെല്ലാവരും ക്രാഫ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് സമയം കളയുന്നില്ല, നമുക്ക് ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് പോയാലോ? ലെറ്റ്സ് വാച്ച് കെയറോസ് ബഡ്സ് ക്രാഫ്റ്റ് സിറ്റി. ഹലോ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ക്രാഫ്റ്റ് സിറ്റി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ലാമ്പാണ്. പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ലാമ്പാണ് നമ്മളിന്ന് കൂടുതൽ ഹാൻഡി ആയിട്ട് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലോ. എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ? അടിപൊളിയാണോ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു ബോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ വീട്ടിൽ അച്ചാർ ഇട്ട് വെച്ചാൽ പാത്രമൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സാണ്. ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തിരിയിടണ്ടേ, അതിനാവശ്യമായിട്ടുള്ള നമുക്ക് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുറിവൊക്കെ പറ്റുമ്പോഴത്തേക്കും അത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ പിരിച്ചെടുത്തേക്കുന്നതാണ് ഈ ഒരു തിരി. അല്ലെന്നാണെങ്കിൽ ഈ ഒരു ക്ലോത്തിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം ഇതിങ്ങനെ പൊങ്ങിക്കിടക്കണമല്ലോ, ഈ വെള്ളത്തിൽ ഈ തിരി പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ OHP ഷീറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുള്ള ബുക്സിൻ്റെ ആ ഒരു കവറോ എന്താണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് ഇതിന് ഫ്യൂവലായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് ഓയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ഓയിലും എടുക്കാവുന്നതാണ്. ആൻഡ് കുറച്ചും കൂടി നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആവാനായിട്ട് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ് ഈ വാട്ടറിൽ കലക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലാമ്പ് കിട്ടുമല്ലോ. ആൻഡ് ഉറപ്പായിട്ടും കത്തിക്കാനായിട്ട് ലൈറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ നമ്മളുടെ തിരിനെ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് ആ ഒരു സർക്കിൾ ഷേപ്പിൽ ഒക്കെ കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പം നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഷേപ്പ് കിട്ടില്ലെന്നാണെങ്കിലും എടുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടെ ഭംഗിയാക്കി എടുത്താലും മതിയാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് നടുക്കൊരു ഹോള് പോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഹോൾ ഇടാം. ജസ്റ്റ് ഒന്ന് നടു ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് നേരത്തെ നമ്മൾ ഒരു തിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലാന്നാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു പീസ് കോട്ടൺ ഇതിൽ നിന്ന് എടുക്കുക. ഉണ്ടോ? ആവശ്യത്തിന് കോട്ടൺ എടുക്കുക. ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ, നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തിരിയായിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ തിരി കിട്ടും. ഇപ്പം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഇത് കിട്ടിയില്ല എന്നാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ കോട്ടൻ്റെ ക്ലോത്ത്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബെഡ്ഷീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലുങ്കിയുടെ പീസായിരിക്കാം. ഇപ്പോൾ ഇത് നമുക്ക് കയ്യിൽ ഇല്ല വെച്ചാൽ ആ കോട്ടൻ്റെ ആ ഒരു മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ തിരി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ കയറ്റി കൊടുക്കാം. മുഴുവനായിട്ട് കയറാൻ നമുക്കറിയാമല്ലോ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ എത്രമാത്രമാണ്. ഇങ്ങനെ ഒരു കുഞ്ഞു ഭാഗം തിരി നമുക്ക് ആവശ്യമുള്ളൂ, മേലുള്ള ഭാഗത്ത്. ബാക്കിയെല്ലാം ഉള്ളിലേക്ക് ഡിപ്പായിട്ട് കിടക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് എന്തോരം കൂട്ടണോ കുറക്കണോ അതിനനുസരിച്ച് നമുക്ക് വെട്ടിക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലിൽ ഓയിൽ, നമ്മുടെ ഫ്യൂവലായിട്ടുള്ള ഓയിൽ നമുക്ക് ഒഴിക്കണ്ടേ. അപ്പോൾ അതിനാവശ്യം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ നമ്മൾ എടുക്കുന്നു, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, കുറേ ഓയിലൊന്നും ഒഴിച്ച് വീട്ടിൽ തല്ലൊന്നും വാങ്ങിക്കാതിരിക്കുക. കണ്ടില്ലേ, ആവശ്യത്തിന് ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. യെസ്, ഇനി നമ്മളുടെ തിരി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഈ തിരി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിപ്പ് ചെയ്യാൻ പോവാം കേട്ടോ.
നമുക്ക് ഇടുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളമാണെന്നാണെങ്കിൽ നമ്മളുടെ തിരി നേരെ താഴേക്ക് പോകും, പക്ഷെ ഓയിലുള്ളതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ കേസ് എന്തെങ്കിലും ഷേപ്പിലെല്ലാം അപാകതയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ വെട്ടി നമുക്ക് ശരിയാക്കാവുന്നതാണ്. ആ എഡ്ജസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാം. നേരത്തെ എടുത്തതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു. യെസ്. ഇനിയിപ്പോൾ നമ്മൾ കത്തിക്കണം. കത്തിക്കാനായിട്ട് ഇതോ നമ്മളുടെ ലാമ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ തിരിക്ക് കത്ത് പിടിച്ച് വരണമല്ലോ. യാ, കണ്ടോ നമ്മുടെ തിരി കത്തി വന്നിട്ടുണ്ട്. യെസ്, വർക്കിംഗ് ആണ്. നമ്മളൊരു കാര്യം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആ കാര്യം മാറ്റി വെച്ചാണ്, അതായത് ഈ ഒരു കളർ ആഡ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, ഇപ്പോൾ ഞാൻ ബ്ലൂ എടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. യാ, നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, പെട്ടെന്ന് പവർ കട്ട് ഉണ്ടാവേ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ തിരിയൊക്കെ തീർന്നു പോകും നമ്മുടെ ക്യാൻഡിൽസൊക്കെ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു ലാമ്പ് വീട്ടിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാമല്ലോ. സോ അടുത്ത ക്രാഫ്റ്റ് സിറ്റിയിൽ വീണ്ടും നമുക്ക് കാണുന്നവരെ ബൈ. എത്ര ഭംഗിയുള്ള ക്രാഫ്റ്റ്സ് ഐറ്റംസ് ആണല്ലേ നമ്മുടെ ചേച്ചിമാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ? ഞാനിതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ് ഒക്കെ കൊണ്ട് നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യില്ലേ? നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും നല്ല വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അവരുടെ സെഗ്മെന്റിലേക്ക് പോയാലോ? നമുക്ക് പോകാം നമ്മുടെ സെഗ്മെന്റിലേക്ക്. ലെറ്റ്സ് സോൾവ് ദ പസിൽ. സമയം 12:30, ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ വിശക്കണ്. എനിക്ക് വിശക്കണില്ല. എനിക്കും വിശന്നിട്ട് ഞാനും പോകാൻ പറയാൻ നിൽക്കുമായിരുന്നു നിങ്ങളോട്. ഇവരിന് എങ്ങനെ വിശക്കണേ? ഇന്നലെ ഉണ്ടല്ലോ ആ കൊച്ചി, ഇന്നലെ പേര് അഞ്ജലി, അവളെന്തോ പൂജിച്ച സാധനമൊക്കെ ഉണ്ട്, മക്ക് തിന്നണായിരുന്നു. പിന്നെ ഇനിയിപ്പോ എന്നാ അങ്ങനെയാണെങ്കിൽ നമ്മള് ഔസേപ്പിതാവിന്റെ ഒക്കെ നേർച്ച സദ്യ പോയി കഴിക്കണ്ടല്ലേ? എന്റെ സുജാൻഡി, ഔസേപ്പിതാവിന്റെ നേർച്ച സദ്യ കഴിക്കണ പോലെയാണോ ഇത്? ഈ പൂജിച്ച സാധനങ്ങളൊക്കെ കഴിക്കാൻ പാടില്ലാത്തല്ലേ? എന്താ ആന്റി ഇവള് എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുള്ളൂ. അവള് പറഞ്ഞ സാധനം ഇപ്പൊ ഔസേപ്പിതാവിന്റെ നേർച്ച സദ്യ നമ്മളെ സംബന്ധിച്ച് നമ്മളതൊരു വിശുദ്ധ വസ്തുവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വെഞ്ചരിച്ച് അങ്ങനെ കഴിക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അവിടെ അത് കഴിക്കുന്ന പോലെയല്ല പൂജിച്ച വസ്തുക്കൾ കഴിക്കുന്നതെന്ന്. ഇതിൽ 2 സംഗതിയാണുള്ളത്. പൂജിച്ച വസ്തുക്കൾ ക്രിസ്ത്യാനികൾക്ക് കഴിക്കാമോന്ന് എപ്പോഴും വരുന്ന ഒരു സംശയമാണ്. നിങ്ങളുടെ ഫോണിൽ ബൈബിളില്ലേ? ഒന്ന് എടുത്തേ. ഏതാണെന്നറിയോ എടുക്കേണ്ടത്? കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം എടുക്കുക. ഒന്നാമത്തെ 1 കൊറിന്തോസ് 8. ആ 1 മുതലുള്ള അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ 4 എടുത്തെന്ന് വെച്ചോ. 1 കൊറിന്തോസ് 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹമൊന്നൊന്നില്ലെന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും നമുക്കറിയാം. അപ്പൊ ഇവൻ കഴിച്ചത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം. ഇവൻ ഒരു യൂഷ്വൽ ഒരു ഭക്ഷണ സാധനം കഴിക്കുന്നു എന്ന നിലയിൽ ഇവൻ കഴിച്ചാൽ അതിലൊരു തെറ്റും കത്തോലിക്ക സഭ പറയുന്നില്ല. ഒരു ഭക്ഷണ സാധനം ആ സ്ഥാനത്ത് ഇതിൽ തുടർച്ചയായിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഇത് കഴിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക്, അതെവിടെയാ മരിയേ നോക്കി നോക്കുക, ഒരാൾക്കൊരു ഒതപ്പിന് കാരണമാവുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണമാണെന്ന് പറഞ്ഞ് അങ്ങനെ കഴിക്കുമ്പോൾ മറ്റൊരാൾക്ക്, ഇപ്പം മരിയയ്ക്ക് തോന്നിയ ഒരു ഒതപ്പുണ്ടായില്ലേ ഇവൻ കഴിച്ചപ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം മരിയെ പറഞ്ഞിട്ടാണെങ്കിൽ ഇവൻ കഴിക്കുന്നതിൽ അതിൽ തെറ്റുണ്ട്. അല്ലാതെ നാച്ചുറലായി ആസ് എ ഫുഡ് വിശന്നു ഇവൻ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നതിൽ ആഗവത്തോടെ അത് കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. പക്ഷേ അത് ഇങ്ങനെ ഇപ്പം പൂജ്യമായൊരു വസ്തുവായിട്ട് ഇവൻ അതിനെ വണങ്ങിക്കൊണ്ട് കഴിക്കുമ്പോഴാണ് വിഗ്രഹാർപ്പിത ഭക്ഷണം എന്നുള്ള ഇത് പറയുന്നുണ്ടല്ലോ. അപ്പം വിഗ്രഹമൊന്നൊന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പം എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവം സൃഷ്ടിച്ച ഒരു ഭക്ഷണ വസ്തു എന്ന നിലയിൽ മാത്രം അതിനെ കാണാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് എല്ലാവർക്കും ഈ ഒരു ബോധ്യം ഉണ്ടാവില്ല. പലരും ഇങ്ങനെ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് അവർക്കൊരു ഒതപ്പുണ്ടാവുന്ന പോലെ ഇവൻ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റുവരും. അപ്പം അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത പോലെ ആയില്ലേ അത്. അപ്പം ഇവൻ ചിലപ്പം ഇവൻ്റെ ഫ്രണ്ട്സിനോട് ഇപ്പം അവർ ഇതായിട്ട് കൊണ്ടു കൊടുത്ത് അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവൻ ഒരുപക്ഷെ കഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നോക്കണം. നമ്മൾ വിശന്നിരുന്ന നേരത്തൊരു ഭക്ഷണം എന്നുള്ളത്. ഇപ്പോൾ ദാവീദും അനുചരന്മാരും ദേവാലയത്തിൽ കയറി ഭക്ഷണം കഴിച്ച കഥയൊക്കെ ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും എടുക്കാൻ പറ്റാത്ത വസ്തു. അപ്പോൾ അവിടെ ഈശോ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയുന്നുണ്ട്.
അപ്പോൾ അതുപോലെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു വെറും ഫുഡ് എന്നുള്ള നിലയ്ക്കാണ് അത് കഴിച്ചെങ്കിൽ തെറ്റില്ല എന്നാണ് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അത് ഒരാൾ നിന്നോട് പറയാണ്, ഇപ്പം ആ മരിയ വന്ന് പറയാടെ ഇത് പൂജിച്ച വസ്തുവാണ്, ഇത് കഴിക്കരുതെന്ന് മരിയ നിന്നോട് പറഞ്ഞിട്ട് നീ കഴിക്കുമ്പം മരിയയ്ക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നീ മരിയയ്ക്കൊരു ഉറപ്പുണ്ടാവണ്ടെന്ന് ചോദിച്ചാൽ നിനക്കത് കഴിക്കാതിരിക്കാം വിവേകത്തോടെ. അപ്പോൾ എല്ലാവരും ദുർബലരായിട്ടുള്ള മനുഷ്യരുണ്ടാവും ഇതിൽ പറയുന്നുണ്ട്. അവർക്കൊരു ഉതപ്പിന് കാരണമാകാതിരിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അവർക്കൊരു ഉതപ്പിന് കാരണമാകുമെങ്കിൽ നമ്മൾ ആ സാഹചര്യം ഒഴിവാക്കുക, എന്തെങ്കിലും പറഞ്ഞത് കഴിക്കാതെ ഇരിക്കുക. അല്ല സുധാൻറ്റി, ഇപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഓരോ ധ്യാനത്തിനൊക്കെ ഇങ്ങനെ പ്രസംഗത്തിലൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഈവിലായിട്ടുള്ള സംഭവം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ളത്. അപ്പോൾ ലൈക്ക് എനിക്ക് ആ ഒരു കൺസേണാണ് തോന്നിയത്. ഇങ്ങനെ വേറെ അതിപ്പോൾ നമ്മൾ അറിയാതെ അങ്ങനെ കഴിച്ചു പോയി അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. അപ്പം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ദൈവം, നമുക്ക് ഏക ദൈവമേ ഉള്ളൂ. ആ ദൈവം ലോകത്തിൽ നമ്മളെ സംബന്ധിച്ച് ആ ദൈവത്തിൻ്റെ ശക്തിക്ക് മേലെ വേറൊരു ശക്തിയില്ല. അത് യോഹന്നാൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4:4 പറയുന്നുണ്ട്. എടുത്തു നോക്കിക്കോ, ഞാൻ പറയുന്നുണ്ട് എന്ന് പറയാതെ. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. കിട്ടിയാ കുഞ്ഞുമക്കളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മുടെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് ആരാ? നമ്മൾ ആരുടെ സൃഷ്ടിയാ? ദൈവത്തിൻ്റെ. അപ്പം നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ, ലോകത്തിൽ ഏതൊക്കെ തിന്മയുടെ ശക്തിയുണ്ടോ എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ വലുതാണ് നമ്മുടെ ദൈവം. അപ്പം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ ഉള്ളിലുള്ളവൻ. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഇതിലൊന്നും വിഷയം വരുന്നില്ല. ചുരുക്കത്തിൽ ഈ പറഞ്ഞ വചനം തന്നെ, ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നമ്മുടെ കൂടെയുള്ള കർത്താവ് ഇതിനേക്കാളൊക്കെ വലിയതാണ്. കർത്താവിൻ്റെ പവറിനെ നമ്മളിങ്ങനെ ചുരുക്കി ഒരു ഭക്ഷണ സാധനത്തിലൊന്നും ഒതുക്കി കളയരുത്. അപ്പം അങ്ങനെ എന്ത് സംഭവിച്ചാലും അതിനേക്കാൾ വലിയ ശക്തി നമ്മുടെ കർത്താവിനുണ്ട്. അപ്പം ആ ഒരു ബോധ്യത്തിൽ നമ്മൾ അത്രയും ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ഏശിയല്ല. മാരകമായതൊന്നും നിനക്ക് ഏശിയല്ലെന്ന് പറയുന്നില്ലേ? അപ്പം ഇതൊന്നും നമ്മൾ ഏശിയല്ല. കാരണം നമ്മുടെ ദൈവം ഇതിനൊക്കെ ഉപരിയാണ്, എല്ലാറ്റിലും വലിയ ആളാണ്, ഏറ്റവും വലിയ ശക്തനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ കഴിച്ചത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നീ എങ്ങനെ നീ ആ ഭക്ഷണ സാധനത്തെ എടുത്തു എന്നുള്ളതാണ് അതിലെ കോണ്ടെക്സ്റ്റ്. ഞാനങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമല്ല. മീൻസ് അതിനെ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ വിശന്നു, അപ്പൊ കിട്ടിയത് കഴിച്ചു, അത്രേ ഉള്ളൂ. ഇല്ല. പക്ഷെ നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഏത് ഭക്ഷണ സാധനം കഴിക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് കഴിക്കാന്നൊക്കെയുള്ള നമ്മുടെ ഒരു ഇന്ന് കിട്ടിയ ഭക്ഷണത്തിന് നന്ദി പറഞ്ഞ് അതിനെ നമ്മളൊന്ന് ബ്ലസ് ചെയ്തിട്ടൊക്കെ കഴിക്കുമ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞ പോലത്തെ അങ്ങനെ പേടിയുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ അങ്ങ് മാറിക്കൊള്ളുമല്ലോ. ഏത് ഭക്ഷണ സാധനം അങ്ങനെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്ന നല്ലൊരു ശീലമാണ്. അതുപോലെ ഇങ്ങനെ ഒരു അനാവശ്യ പേടിയുടെ ആവശ്യം നമുക്കില്ല. ഇപ്പൊ കാര്യം ക്ലിയർ ആയെങ്കിൽ പോയി ഭക്ഷണം കഴിച്ചാലോ? ഉറപ്പായിട്ടും. നല്ല നമ്മുടെ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും സംശയങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടി. നിങ്ങളുടെ സംശയങ്ങളും മാറിയില്ലേ? ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയറോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്ട്സ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ. Show